Hare Krishna, Hare Krishna, Krishna Krishna. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭു എഴുതിയ പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. അതില് ചിത്സുഖനന്ദ എന്ന് പറഞ്ഞൊരു ശിഷ്യൻ അദ്ദേഹം പ്രഭുപാദുമായിട്ടുള്ള ഒരു മെമ്മറീസ് ഷെയർ ചെയ്തതാണ്. ഒരു ദിവസം അവര് മെക്സിക്കോയിലെ ടെമ്പിളിൽ വെച്ചിട്ട് അവര് നൈറ്റ് പ്രോഗ്രാം എന്തോ ഉണ്ടായിരുന്നു, ഒരു ലേറ്റ് നൈറ്റ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഡിവോട്ടീസ് തിരിച്ച് ടെമ്പിളിൽ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. പിറ്റേ ദിവസം രാവിലെ ശ്രീല പ്രഭുപാദ് 5:45 ടെമ്പിൾ ഹാളിലേക്ക് വന്നപ്പം പ്രഭുപാദ് മനസ്സിലാക്കി 4:30 മംഗളാരതി ഒന്നും നടന്നിട്ടില്ല, ഡിവോട്ടീസ് ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് വിചാരിച്ചു. അപ്പൊ പ്രഭുപാദ് ഒന്നും പറഞ്ഞില്ല, തിരിച്ചുപോയി. അതിനുശേഷം ഭാഗവതം ക്ലാസ് ഇരുന്നപ്പം പ്രഭുപാദിന്റെ മൂഡ് ഒരു ഡിഫറെന്റ് ആണെന്ന് ശിഷ്യന്മാർക്ക് തോന്നി. പക്ഷെ പ്രഭുപാദ് ആ ലെക്ചേഴ്സ് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാത്തത്? എനിക്കറിയാം നിങ്ങൾ ട്രാവലിംഗ് ആയിരുന്നു, ടയേർഡാണെന്നറിയാം, പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റില്ല? നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ വേറൊരു സമയത്ത് റെസ്റ്റ് എടുത്താൽ പോരെ, മോർണിംഗ് ടൈം എഴുന്നേക്കണ്ടേ? പ്രഭുപാദ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആത്മീയ ജീവിതത്തിൽ എത്ര സീരിയസ് ആണെന്ന് അറിയുന്നത് നമ്മൾ രാവിലെ എഴുന്നേക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിലാണ്. അപ്പം രാവിലെ എഴുന്നേറ്റ് മംഗളാരതി അറ്റൻഡ് ചെയ്യണ്ടേ എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ ചിത്സുഖാനന്ദ പ്രഭു ആയിരുന്നു ടെമ്പിൾ പ്രസിഡന്റ്, അതുകൊണ്ട് അദ്ദേഹത്തിനോടും പറഞ്ഞു. അദ്ദേഹത്തിനോട് പറയുമ്പോൾ വളരെ ശിഷ്യന്മാരോട് ബാക്കിയുള്ളവരോട് പറയുന്ന പോലെ അത്ര സ്ട്രിക്റ്റ് ആയിട്ടല്ല, എങ്കിലും അദ്ദേഹം അവിടുത്തെ ലീഡർ ആയതുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ അദ്ദേഹത്തിനെയും ചെറുതായിട്ട് വഴക്ക് പറയുകയാണ്. പക്ഷെ മറ്റുള്ളവരോട് പറയുന്നതിലും മൈൽഡായിട്ടാണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞത്. ചിത്സുഖാനന്ദ, എന്നും നീ പണ്ടും ഇതേപോലെ ആയിരുന്നോ? എനിക്കറിയാം നീ ട്രാവലിംഗ് ആയിരുന്നു, എന്നാലും നമ്മൾ എഴുന്നേക്കേണ്ടത് ശരിയാണോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അത് അത്ര മൈൽഡായിട്ടാണ്. പക്ഷെ ബാക്കിയുള്ളവരോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ശ്രീല പ്രഭുപാദ് എല്ലാവരും എന്തുകൊണ്ട് രാവിലെ എഴുന്നേക്കാത്തത് എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഷേക്കണായിപ്പോയി. കാരണം അവരൊരു 20-21 വയസ്സുള്ള കുട്ടികളാണ്. അപ്പം ഒരാൾ നമ്മളെ വഴക്ക് പറയുമ്പം, നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി നമ്മളെ വഴക്ക് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഫീലിംഗ് വരും. അപ്പോൾ അവര് ഷേക്കണായി. എന്നിട്ട് പ്രഭുപാദ് അത് കഴിഞ്ഞിട്ട് നടക്കാനായിട്ട് പോയി. മോർണിംഗ് ഭാഗവതം ക്ലാസ് കഴിഞ്ഞ് നടക്കാനായിട്ട് പോയി. അപ്പം ഈ ചിത്സുഖാനന്ദ പ്രഭുവും പ്രഭുപാദിന്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ കുറെ മുല്ലകൾ നിൽക്കുന്ന കണ്ടപ്പോഴത്തേന് ചിത്സുഖാനന്ദ പ്രഭു കുറെ മുല്ല മൊട്ടുകൾ മേടിച്ചിട്ട് പറിച്ചെടുത്തിട്ട് പ്രഭുപാദിന്റെ കയ്യിൽ ഓഫർ ചെയ്തു. പ്രഭുപാദിന്റെ കയ്യിലോട്ട് കൊടുത്തു. പ്രഭുപാദ് അത് എടുത്തിട്ട് നല്ലപോലെ അത് സ്മെല്ല് ചെയ്തു. അപ്പൊ നല്ല സൗരഭ്യമുള്ള മുല്ലകളായിരുന്നു. അപ്പം പ്രഭുപാദ് വളരെ കൂൾ സെറീനായിട്ട് അതിങ്ങനെ സ്മെല്ല് ചെയ്തു. അപ്പം ചിത്സുഖാനന്ദ പ്രഭു ഉടനെ ചോദിച്ചു, പ്രഭുപാദ് അങ്ങ് ഒരു 5 മിനിറ്റ് മുമ്പ് നരസിംഹദേവനെ പോലെ വളരെ ഭീഷണമായിട്ട് ഞങ്ങളെ വഴക്കുറയായിരുന്നു, ഇപ്പൊ വളരെ ചെറിയൊരു ആട്ടിൻകുട്ടിയെ പോലെ അങ്ങ് നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു, അതെന്താ പ്രഭുപാദ് എന്ന് ചോദിച്ചു. പിന്നെ പ്രഭുപാദ് ആൻസർ പറഞ്ഞു, ഞാൻ ഒരിക്കലും എന്റെ ശിഷ്യന്മാരോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാൻ നിങ്ങൾ വഴിമാറി പോകുന്ന കാണുമ്പം ഞാൻ ആ ഭാവം എടുത്ത് നിങ്ങളെ കറക്റ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞു. അല്ലാതെ എനിക്ക് നിങ്ങളോട് ഒരിക്കലും ദേഷ്യമില്ല എന്ന് പ്രഭുപാദ് അവിടെ പറഞ്ഞു. അപ്പം ഇത് ചിത്സുഖാനന്ദ പ്രഭു തന്റെ സാക്ഷാത്കാരമായിട്ട് പറയാണ്, ഒരു അച്ഛനമ്മമാര് ചിലപ്പോൾ കുട്ടികളെ വഴക്ക് പറയുന്നത് അവര് നല്ല പാതയിൽ നടക്കാൻ വേണ്ടിയാണ്. അതേപോലെയാണ് ഒരു നിർവ്യാജനായ ആധ്യാത്മിക ആചാര്യനും അവര് വഴക്ക് പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ഭൗതികമായ ഒരു ദേഷ്യമല്ല അവരുടേത്. അതായത് ദേഷ്യത്തിൽ മതിമറന്നു പോയി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയല്ല ഒരു പരിശുദ്ധ ഭക്തൻ എന്തിനേയും ഒരു ഈശ്വരന്റെ സേവനത്തിൽ ഒരു ടൂളായിട്ടേ യൂസ് ചെയ്യത്തുള്ളൂ. അതിൽ മതിമറന്നു പോകത്തില്ല. ഇപ്പൊ ദേഷ്യമാണെങ്കിൽ പോലും അതിനെ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ച് ആ വ്യക്തിയെ ആ ഒരു വീഴ്ചയിൽ നിന്ന് കരകയറ്റാനാണ് ഒരു നിർവ്യാജനായ ആധ്യാത്മികാചാര്യൻ ഉപയോഗിക്കുന്നത്. അവര് ഇങ്ങനെ ദേഷ്യത്തിലോ മറ്റോ ഒന്നിലോ അവര് മുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ അവര് മതിമറന്നു പോവുകയോ ഈശ്വരനെ മറന്നു പോവുകയോ എന്തെങ്കിലും വിളിച്ച് പറയുകയോ ഒന്നും ചെയ്യാറില്ല. അവര് ദേഷ്യത്തെയും ഒരു ഉപകരണമായിട്ട് ഈശ്വരന്റെ സേവനത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെ നമ്മളോടുള്ള ഒരു കൊച്ചുകുട്ടിയോടുള്ള കാരുണ്യ നിമിത്തം അച്ഛനമ്മമാര് നമ്മളെ ശാസിക്കുന്നത് എങ്ങനെയോ അതേപോലെയാണ് ആധ്യാത്മികാചാര്യനും ശാസിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആരോടും വിദ്വേഷമോ വെറുപ്പോ ദേഷ്യമോ ഇല്ല. അത് അദ്ദേഹം ഒരു ഉപകരണമായിട്ടാണ് ശിഷ്യന്മാരെ ഗൈഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പ്രഭുപാദിന്റെ ആ ഭാവമാറ്റം കണ്ടപ്പം ചിത്സുഖാനന്ദ പ്രഭുവിന് മനസ്സിലായി. ഹരേ കൃഷ്ണ.